എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 31, 32, 33, 34 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പ്രേമ ലക്ഷണയായ പരമഭക്തി അങ്ങനെ വർദ്ധിച്ചു വരുന്നു. അങ്ങനെയുള്ള ആ സജ്ജനങ്ങള് ആ പരമാനന്ദം അങ്ങനെ വർദ്ധിച്ചു വരുമ്പോ ശരീരത്തിനെല്ലാം മറന്ന് രോമാഞ്ചം വരുന്നു. ആനന്ദ നൃത്തം ചെയ്യുന്നു അവര്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. സ്മരന്ത സ്മാരയന്തശ്ച മിഥോഖൗഖഹരം ഹരിം ഭക്ത്യാ സംജാതയാ ഭക്തിയാ വിഭ്രത്യുൾപ്പുളകാന്തനും. അങ്ങനെ ആ പരമഭക്തി കൊണ്ട് രോമാഞ്ചം ഉണ്ടാവുന്നു. അവർക്ക് പരമാനന്ദം തന്നെ. ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് ഒക്കെ പരമഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭക്തിയുടെ ആരംഭത്തിന് ആ സാധന ഭക്തി എന്ന് പേര്. ഇങ്ങനെ കുറെ കഴിയുമ്പോൾ പരമാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഭഗവാനിൽ അങ്ങനെ ബലപ്പെട്ടു വരും. അതാണ് പ്രേമലക്ഷണയായ പരമഭക്തി. സർവഭാവങ്ങളെയും നശിപ്പിക്കുന്ന പരമകരുണാനിധിയായ ഹരിയെയും ഹരികഥകളെയും സ്മരിക്കുന്നവരും അന്യരെ സ്മരിപ്പിക്കുന്നവരുമായ സജ്ജനങ്ങൾക്ക് പരമാനന്ദം വർദ്ധിച്ചു വരുമ്പോ ശരീരത്തിലെ രോമാഞ്ചം മുതലായിട്ടുള്ള ആ ബാഹ്യ ചിഹ്നങ്ങളൊക്കെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. ക്വചിത് രുദന്തി അച്യുത ചിന്തയാ ക്വചിൽ ഹസന്തി നന്ദന്തി വദന്തി അലൗകിക നൃത്യന്തി ഗായന്തി അനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃത. ഇങ്ങനെ ആനന്ദിച്ചിരിക്കുമ്പോ തന്റെ ദേഹത്തെയും കൂടി ഇങ്ങനെ മറന്നിരിക്കുന്ന ഇവര് ലോകത്തിലുള്ള സാധാരണക്കാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തരായിട്ട് കാണപ്പെടും അവര്. എന്തുകൊണ്ടെന്നാൽ ദേഹഭാവനയുള്ളവർക്ക് ഒരുവിധം മാന അപമാനം എന്നീ ഭേദഭാവനയൊക്കെ ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ ലജ്ജ ഉറക്ക നാമം ജപിക്കാം. അതല്ലേ ഭാഗവത സപ്താഹത്തിന്റെ സമയത്തൊക്കെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് പറയുമ്പോ ഗോവിന്ദ ഗോവിന്ദ പതുക്കെ പതുക്കെ പറയുള്ളൂ, ഉറക്ക പറയില്ല. നല്ല ഭക്തിയുള്ളവരാണെങ്കിൽ ഉറക്ക പറയും ഗോവിന്ദ ഗോവിന്ദ. ഇതിങ്ങനെ ലജ്ജിച്ചിരിക്കും. അതാണ് അഭിമാനമാണ് അവർക്ക്. ലോകത്തിലുള്ളവരൊക്കെ ഒരേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ധർമ്മമുള്ളവരെ ലോകം പരിഹസിക്കും. അല്ലെ എന്നെ പരിഹസിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒക്കെ ഉറക്കെ വഴിയിൽ നടക്കുമ്പോ ചിലര് കണ്ടിട്ടില്ലേ ഭക്തരൊക്കെ ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറയാം. അവരൊന്നും അറിയണില്ല പുറത്തുള്ളവർ എന്തായാലും പരിഹസിക്കും. ഉള്ളിൽ ഇങ്ങനെ ഭക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഉറക്കെ ജപിച്ചുകൊണ്ടൊക്കെ ആവും വഴിയിൽ ചിലര് അങ്ങനെ നടക്കുക. അത്ര ഭക്തിയുള്ളവര്. ഭക്തന്മാര് അങ്ങനെയുള്ള പരിഹാസാദി ലോക വ്യാപാരത്തെ ഒന്നും അവര് അറിയണേയില്ല. അവര് ഭഗവാനെ മാത്രല്ലാതെ ലോകത്തെ തന്നെ കാണുന്നില്ല. അതുകൊണ്ട് അവര് അലൗകികന്മാരാണ്. നശിക്കാത്ത ആനന്ദമൂർത്തിയെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ചിലപ്പോ ഈ ഭക്തന്മാര് ഇതുവരെ ഈ സുഖം അനുഭവിക്കാതിരുന്ന ആ മൂഢത ആലോചിച്ചുകൊണ്ട് കരയും. കഷ്ടം, ഞാൻ ഇതേവരെ ഭഗവാനെ ഇതുപോലെ സേവിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വളരെ വിഷമമായിട്ട് കരയും. ചിലപ്പോ മായ കൊണ്ട് മനുഷ്യവേഷം സ്വീകരിച്ച ഭഗവാനായ ആ ശ്രീകൃഷ്ണൻ പാല് നെയ്യ് തൈര് മുതലായത് കവർന്നുകൊണ്ട് ആ ഗോപസ്ത്രീകളൊക്കെ സ്വാധീനപ്പെടുത്തി തന്നില് മയക്കി ലയിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ പരമാർത്ഥ തത്വം ആലോചിച്ചുകൊണ്ട് ചിരിക്കും. ആ ശ്രീകൃഷ്ണന്റെ ബാലലീലകളൊക്കെ ഓർത്തുകൊണ്ട് ഒരു തന്നെത്താനിങ്ങനെ ചിരിക്കും. ചിലപ്പോ ഭഗവാന്റെ ലീലകളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അതിങ്ങനെ അവര് അതിലിങ്ങനെ തന്മയരായിട്ട് ഭഗവാൻ കാട്ടിയതൊക്കെ അഭിനയിക്കും. ആ മുട്ടുകുത്തി ഇങ്ങനെ നടക്കുക, വെണ്ണയും പാലും എടുത്ത് ഇങ്ങനെ എറിയുക, ഇങ്ങനത്തെ ഓരോരോ ലീലകൾ തന്നെത്താനെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അവര് മറ്റുള്ളവര് പരിഹസിക്കുമെന്നൊന്നും അവരതൊന്നും അറിയണേയില്ല. ചിലപ്പോ പരമശാന്ത സ്വരൂപനായ ആ ഭഗവാന്റെ കേശാദിപാദങ്ങളെയും സൂക്ഷ്മ ബുദ്ധിയില് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനോട് പരമസമാധി പ്രാപിച്ചിട്ട് ആനന്ദ സമുദ്രത്തിൽ മുങ്ങിയവരായിട്ട് ആ ബാഹ്യ വിചാരം ലേശവും ഇല്ലാതെ മൗനമായിട്ട് അങ്ങനെ ഇരിക്കും, സ്വസ്ഥരായിട്ടിരിക്കും. ഇത് തന്നെയാണ്
പരമാനന്ദ പ്രാപ്തി. ഇത് തന്നെ ജീവൻ മുക്തി, ഇത് തന്നെ വിദേഹപ്രാപ്തി, ഈ ജന്മം തന്നെ പരമജന്മം, ഇത് തന്നെ മായാസന്തരണം. ഇതി ഭാഗവതാൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുത്ഥയാ നാരായണ പരോ മായാം അഞ്ജസ്തരതി ദുസ്തരാം. അപ്പൊ ഇതേവരെ പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ, ഭാഗവത ധർമ്മങ്ങള് ശ്രദ്ധയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അല്പം ഉയർന്ന ഭഗവത് ഭക്തി ഉണ്ടാവും. ഈ ഭക്തി ക്രമേണ അങ്ങനെ മേന്മ പ്രാപിച്ച് പരമാനന്ദ സ്വരൂപനായ ഭഗവാനോട് ഐക്യം പ്രാപിക്കും. ജനന മരണത്തിന് വിഷയമാകാതെ ഭഗവാനോട് ഐക്യം പ്രാപിക്കുന്നത് തന്നെയാണ് മായാസന്തരണം. ജനന മരണങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് തന്നെ അതാണ് മായാബാധ. ഇതിനെ ഒഴിക്കുവാൻ സാക്ഷാൽ ശ്രീനാരായണനെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നത് തന്നെയാണ് സുഖവഴി. കടക്കാൻ കഴിയാത്ത മായയെ ഇങ്ങനെ തന്നെ കടക്കണം. ബലാത്കാരേണ ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ അസാധ്യമാണ്. അപ്പൊ സഗുണത്തിൽ നിന്ന് നിർഗുണത്തെ പ്രാപിക്കുന്നത് തന്നെയാണ് സുഗമം. കേൾക്കണമെന്ന് കാതിന് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവത് കഥകൾ കേൾപ്പിക്കുക. കാണണമെന്ന് കണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ ഭഗവത് രൂപസദൃശന്മാരായ സജ്ജനങ്ങളെ കാട്ടിക്കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇഷ്ടം പോലെ സുഖിപ്പിച്ചുകൊണ്ട് ദോഷം ചെയ്യാനുള്ള ശക്തി തീരെ നശിപ്പിച്ച് ഭഗവത് രൂപമാകുന്ന ഒന്നിൽ മാത്രം ലയിപ്പിച്ചും കൊണ്ട് പ്രയാസം കൂടാതെ എത്തേണ്ട ദിക്കിലെത്തുകയും ചെയ്യും. ഇത് തന്നെയാണ് മായയെ കടക്കാനുള്ള വഴി എന്ന് പ്രബുദ്ധൻ എന്ന മഹായോഗി നിമി രാജാവിനോട് ഉപദേശിച്ചു. രാജാവ് പറയണം, ശ്രീരാജോവാച നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മന നിഷ്ഠാമർഹതനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാ. രാജാവ് പറഞ്ഞു, നാരായണപരനായിട്ട് മായയെ കടക്കണം എന്ന് അങ്ങ് പറഞ്ഞുല്ലോ. അപ്പോ ബ്രഹ്മത്തെ അറിഞ്ഞ മഹാന്മാരായ നിങ്ങള് പരമാത്മാവ് എന്നും ബ്രഹ്മമെന്നും പറയപ്പെടുന്ന ശ്രീനാരായണന്റെ സ്വരൂപത്തെ ഞങ്ങളോടൊന്ന് ഉപദേശിക്കണേ. ബ്രഹ്മത്തെ തന്നെ നാരായണൻ, ഭഗവാൻ, പരമാത്മാവ് എന്നിങ്ങനെ പറയണു. വദന്തി തത്തത്വവിദ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അദ്വയ ജ്ഞാനം തന്നെ പരമതത്വം, ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ എന്നൊക്കെ ആ ജ്ഞാനത്തെ തന്നെ പറയണു. ഇങ്ങനെ ഒരിടത്ത് പറഞ്ഞിരിക്കണു, നാരായണേ ഭഗവതി തദിതം വിശ്വമാഹിതം ഗൃഹീതമായൊരു ഗുണ സർഗാദാവഗുണസ്വത. ഭഗവാനായ ശ്രീനാരായണൻ സർഗാദിയിൽ മായാഗുണത്തെ ഗ്രഹിച്ചിട്ട് ഈ വിശ്വത്തെ തന്നിൽ പ്രകാശിപ്പിക്കുന്നു. സ്വതേ ഗുണരഹിതനാകുന്നു എന്ന് മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ചോദ്യം എന്തെന്നാൽ, മേൽ പറഞ്ഞ എല്ലാ ശബ്ദങ്ങളും ഒരേ വസ്തുവിനെ തന്നെ പറയുന്നുവോ അതോ വല്ല വിശേഷ ഗുണമുള്ള വസ്തുവിനെ പറയുന്നുവോ? ഇതിന്റെ തത്വം ഒന്ന് പറഞ്ഞു തരണം എന്നാണ് നിമി മഹാരാജാവ് പറഞ്ഞതിന്റെ സാരം. അപ്പൊ അതാ പിപ്പലായ യോഗീശ്വരൻ അതിന് മറുപടി പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.